പ്രിയപ്പെട്ടവരെ, ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാം ധാരാളം കേട്ടിട്ടുള്ള വളരെയധികം തൊഴിലവസരമുള്ള ഒരു മേഖലയാണ് ഗ്രാഫിക് ഡിസൈനിങ്. പരമ്പരാഗത രീതിയിൽ കലാകാരന്മാർ ബ്രഷ് ഉപയോഗിച്ച് കൈകൊണ്ട് ആകർഷകമായ ഡിസൈനുകൾ തയ്യാറാക്കിയിരുന്ന ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയായ കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടുകൂടി മനോഹരമായ ഡിസൈനുകൾ തയ്യാറാക്കുന്നത് വിവിധ ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടു കൂടിയാണ്. ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ വിവിധ രീതികളെയും സങ്കേതങ്ങളെയും ഉപകരണങ്ങളെയും ശൈലികളെയും എല്ലാം നമ്മൾ ഈ കോഴ്സിലൂടെ പരിചയപ്പെടുന്നു. കമ്പ്യൂട്ടറുകളുടെയും സോഫ്റ്റ്വെയറുകളുടെയും സഹായത്തോടെയാണ് നമ്മൾ ഡിസൈനുകൾ തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കമ്പ്യൂട്ടറുകളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടറുകളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. മിക്ക വീടുകളിലും കമ്പ്യൂട്ടർ ഇന്ന് ഒരു അവശ്യ വസ്തുവായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലയളവിൽ ഓൺലൈൻ ക്ലാസ്സുകൾക്കും മറ്റുമായി നമ്മൾ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. CPU എന്ന സിസ്റ്റം യൂണിറ്റും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളുമാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് നമുക്കറിയാം. പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് സിസ്റ്റം യൂണിറ്റ് അഥവാ CPUവിലാണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുമുണ്ട്. ഇതിനുള്ളിലേക്ക് നമുക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്നത്. ഇൻപുട്ട് ഡിവൈസുകൾ വഴി നമ്മൾ കമ്പ്യൂട്ടറിനുള്ളിലേക്ക് കൊടുക്കുന്ന വിവരങ്ങൾ അഥവാ ഡേറ്റ അതിനുള്ളിൽ പ്രോസസ്സ് ചെയ്യപ്പെടുന്നു. പ്രോസസ്സ് ചെയ്ത ഈ വിവരങ്ങൾ അഥവാ ഇൻഫർമേഷൻ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നതിനുള്ള ഉപകരണങ്ങളാണ് ഔട്ട്പുട്ട് ഡിവൈസുകൾ. സിംഗിൾ ഫങ്ഷൻ ഹാർഡ്വെയർ അഥവാ ഏതെങ്കിലും ഒരു ധർമ്മം മാത്രം നിർവഹിക്കുന്ന ഹാർഡ്വെയറുകളെ ഇൻപുട്ട്, ഔട്ട്പുട്ട്, പ്രോസസ്സിംഗ്, സ്റ്റോറേജ് എന്നിങ്ങനെ നാലായി തിരിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ഘടകങ്ങളെ ഇനി നമുക്ക് വിശദമായി പരിചയപ്പെടാം. CPU എന്ന് നമ്മൾ വിളിക്കുന്ന സിസ്റ്റം യൂണിറ്റിൽ മദർ ബോർഡ്, പ്രോസസ്സറുകൾ, മെമ്മറി മൊഡ്യൂളുകൾ, ഒപ്റ്റിക്കൽ ഡ്രൈവുകൾ, ഹാർഡ് ഡിസ്കുകൾ, ഹീറ്റ് സിങ്ക്, ഫ്ലോപ്പി ഡ്രൈവ്, പവർ സപ്ലൈ തുടങ്ങി അനേകം ഘടകങ്ങളുണ്ട്. നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ ശേഖരിച്ചു വയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് സ്റ്റോറേജ് ഡിവൈസുകൾ. താൽക്കാലികമായോ സ്ഥിരമായോ ഒക്കെ ഇങ്ങനെ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിന് വ്യത്യസ്ത തരത്തിലുള്ള മെമ്മറി ഡിവൈസുകളാണ് ഉപയോഗിക്കുന്നത്. ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ് ഹാർഡ് ഡിസ്ക്, റാം, റോം, CD അഥവാ DVD, ഫ്ലോപ്പി ഡിസ്ക്, മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ്, ടേപ്പ് ഡ്രൈവ് എന്നിവയൊക്കെ. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്നത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ചേർന്നതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഹാർഡ്വെയറുകൾ? ക്യാബിനറ്റ്, മദർ ബോർഡ്, റാം, ഹാർഡ് ഡിസ്ക്, CPU, SMPS, കീബോർഡ്, മൗസ്, മോണിറ്റർ, പ്രിൻ്റർ, സ്പീക്കർ തുടങ്ങിയവയെല്ലാം ഹാർഡ്വെയറിൻ്റെ ഗണത്തിൽപ്പെടുന്നു. ഈ ഹാർഡ്വെയറുകൾ മാത്രം ഉള്ളതുകൊണ്ട് ഒരു കമ്പ്യൂട്ടർ നമുക്ക് പ്രവർത്തിപ്പിക്കാനാവില്ല. അതിനായി ആവശ്യമായ ഒന്നാണ് സോഫ്റ്റ്വെയർ. വിവിധ ഹാർഡ്വെയറുകൾ പ്രവർത്തിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ കോഡ് രൂപത്തിൽ കൊടുക്കുന്ന സോഫ്റ്റ്വെയറുകൾ രണ്ട് തരത്തിലുണ്ട്. കീബോർഡ്, മൗസ്, മോണിറ്റർ, പ്രിൻ്റർ, മദർ ബോർഡ് തുടങ്ങിയവയൊക്കെ ഹാർഡ്വെയർ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമുക്ക് കാണാനോ സ്പർശിക്കാനോ ഒക്കെ സാധിക്കുന്ന ഭൗതികമായ ഭാഗങ്ങൾ അഥവാ ഫിസിക്കൽ കോമ്പണൻസ് ആണ് ഹാർഡ്വെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ സോഫ്റ്റ്വെയർ ആകട്ടെ ഈ ഹാർഡ്വെയറുകൾ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ കോഡ് രൂപത്തിലുള്ള നിർദ്ദേശങ്ങളാണ്. സോഫ്റ്റ്വെയറുകളെ രണ്ടായി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അവ സിസ്റ്റം സോഫ്റ്റ്വെയർ,
ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നിവയാണ്. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ആവശ്യമുള്ള സോഫ്റ്റ്വെയറാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ സിസ്റ്റം സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാകട്ടെ നമുക്ക് നിശ്ചിത ആവശ്യങ്ങൾക്കായി ഉപകരിക്കുന്നവയാണ്. ഉദാഹരണത്തിന് ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യണമെങ്കിൽ മൈക്രോസോഫ്റ്റ് വേഡ്, ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കണമെങ്കിൽ മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ്, ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഫോട്ടോഷോപ്പ് തുടങ്ങിയവയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവയൊക്കെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ ഗണത്തിൽ വരുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളിനെയും ഹാർഡ്വെയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് സോഫ്റ്റ്വെയർ. യൂസർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഹാർഡ്വെയറിന് മനസ്സിലാകുന്ന ഭാഷയിൽ വേണ്ട നിർദ്ദേശങ്ങളാക്കി കൊടുക്കുകയാണ് ഈ സോഫ്റ്റ്വെയറുകൾ ചെയ്യുന്നത്. ഹാർഡ്വെയറുകൾ അതിൻ്റേതായ ഭാഷയിൽ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്ന ആളിന് മനസ്സിലാകത്തക്ക രീതിയിലേക്ക് മാറ്റി നൽകുകയും ചെയ്യുന്നുണ്ട് ഈ സോഫ്റ്റ്വെയറുകൾ. ഇപ്പോൾ ഹാർഡ്വെയറുകളെക്കുറിച്ചും സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ കിട്ടിക്കാണുമല്ലോ. ഇനി നമുക്ക് ഗ്രാഫിക് ഡിസൈനിങ്ങിന് ആവശ്യമായ ഹാർഡ്വെയറുകൾ, സോഫ്റ്റ്വെയറുകൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാം. കരുത്തുറ്റ ഒരു പ്രോസസ്സറാണ് ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം. ഭേദപ്പെട്ട കപ്പാസിറ്റിയുള്ള ഒരു റാം, നല്ല ഒരു ഗ്രാഫിക് കാർഡ് തുടങ്ങിയവയും ഡിസൈനിങ് ചെയ്യാനുള്ള കമ്പ്യൂട്ടറുകൾക്ക് അത്യാവശ്യമാണ്. ഇതുകൂടാതെ സ്കാനറുകൾ, പ്രിൻ്ററുകൾ എന്നിവയെല്ലാം ഗ്രാഫിക് ഡിസൈനിങ്ങിനായി വളരെയധികം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ലോകവ്യാപകമായി ഏറ്റവും പ്രചാരമുള്ള സോഫ്റ്റ്വെയറുകളാണ് അഡോബി ഫോട്ടോഷോപ്പ്, അഡോബി ഇല്ലസ്ട്രേറ്റർ, അഡോബി ഇൻഡിസൈൻ, കൂടാതെ കോറൽ ഡ്രോ തുടങ്ങിയവയൊക്കെ. വിവിധ ഡിസൈനുകൾ തയ്യാറാക്കുമ്പോൾ റാസ്റ്റർ, വെക്റ്റർ തുടങ്ങി പല ഫോർമാറ്റുകളിലുള്ള ഇമേജുകൾ ആവശ്യമായി വരും. ഫോട്ടോകൾ പോലെയുള്ള റാസ്റ്റർ ഇമേജുകൾ കൈകാര്യം ചെയ്യുന്നതിനാണ് അഡോബി ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നത്. വ്യക്തമായ ഔട്ട്ലൈനുകളോടുകൂടിയുള്ള ചില ഇമേജുകൾ, ഉദാഹരണത്തിന് ഒരു ലോഗോ ഒക്കെ തയ്യാറാക്കണമെങ്കിൽ ഇല്ലസ്ട്രേറ്റർ പോലെയുള്ള സോഫ്റ്റ്വെയറുകളും ഉപയോഗിക്കുന്നുണ്ട്. ഡെസ്ക്ടോപ്പ് പബ്ലിഷിങ്ങിനായി ഉപയോഗിക്കുന്ന മികച്ച ഒരു പേജ് ലേഔട്ട് സോഫ്റ്റ്വെയറാണ് അഡോബി ഇൻഡിസൈൻ. ഇനി കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെക്കുറിച്ചും പ്രിൻ്ററുകളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. ഏതെങ്കിലും തരത്തിലുള്ള റിസോഴ്സുകൾ ഷെയർ ചെയ്യുന്നതിനായി ഒരു കൂട്ടം കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ശൃംഖലയാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്രകാരം ഷെയർ ചെയ്യുന്ന ഏറ്റവും പരിചിതമായ ഒരു റിസോഴ്സാണ് ഇൻ്റർനെറ്റ്. ഒരു ഫയൽ സെർവർ, പ്രിൻ്റർ, സ്കാനർ തുടങ്ങിയവയെല്ലാം ഇപ്രകാരം ഷെയർ ചെയ്ത് ഉപയോഗിക്കാൻ ഒരു നെറ്റ്വർക്കിലൂടെ സാധിക്കും. ഇൻ്റർനെറ്റ് എന്നത് തന്നെ ഒരു വലിയ കമ്പ്യൂട്ടർ ശൃംഖലയാണ്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് 3 ഘടകങ്ങളാണ് പ്രധാനമായും ഉള്ളത്. സെർവർ, ക്ലയൻറ്റ്, കണക്റ്റിംഗ് മീഡിയ എന്നിവയാണ് അവ. പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവയെല്ലാം ക്ലയൻറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. വളരെയധികം സംഭരണശേഷി കൂടിയ, ശക്തി കൂടിയ പ്രോസസ്സറുകളുള്ള ഒരു കമ്പ്യൂട്ടറാണ് ഒരു സെർവർ എന്ന് പറയുന്നത്. കണക്റ്റിംഗ് മീഡിയ എന്നത് കേബിളുകളോ വയർലെസ് സംവിധാനങ്ങളോ ഒക്കെ ആകാം. ഒരു ISP അഥവാ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നൽകുന്ന സേവനങ്ങൾ അഥവാ വിവരങ്ങൾ ഒരു റൗട്ടറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് നമ്മുടെ വീടുകളിലും ഓഫീസുകളിലുമുള്ള കമ്പ്യൂട്ടറുകൾ, പ്രിൻ്ററുകൾ, സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയവയെല്ലാം ലഭ്യമാകുന്നു. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ പല തരത്തിലുണ്ടെങ്കിലും ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ LAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക് അഥവാ WAN, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അഥവാ MAN എന്നിവയാണ് പ്രധാനപ്പെട്ട നെറ്റ്വർക്കുകൾ. ഒരു മുറിക്കുള്ളിലോ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിനുള്ളിലോ
ഉള്ള വിവിധ കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് LAN അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. WAN അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വിദൂര സ്ഥലങ്ങളിലുള്ള വിവിധ കമ്പ്യൂട്ടറുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒന്നാണ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയും മറ്റും ഇത് സാധ്യമാണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അഥവാ MAN എന്നത് ഒരു നഗരത്തിനുള്ളിലെ വിവിധ കമ്പ്യൂട്ടറുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖലയാണ്. കേബിൾ ടിവിയുടെ സമാനമായ നെറ്റ്വർക്കുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഗ്രാഫിക് ഡിസൈൻ ഇൻഡസ്ട്രിയിൽ വിവിധ തരത്തിലുള്ള പ്രിൻ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ക്ജെറ്റ് പ്രിൻ്ററുകൾ, ലേസർ പ്രിൻ്ററുകൾ, ഇമേജ് സെറ്ററുകൾ, പ്ലോട്ടറുകൾ എന്നിവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. നമുക്കാവശ്യമായ ഡേറ്റ നെറ്റ്വർക്കുകളിലൂടെ കൈമാറുന്നതിന് ഒരു കണക്റ്റിംഗ് മീഡിയ ആവശ്യമാണെന്ന് പറഞ്ഞല്ലോ. ഇവ വയേർഡ്, വയർലെസ് എന്നിങ്ങനെ രണ്ട് തരത്തിലുണ്ട്. ട്വിസ്റ്റഡ് പെയർ കേബിൾ, കോയാക്സിയൽ കേബിൾ, ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ തുടങ്ങി വിവിധ തരത്തിലുള്ള കേബിളുകളാണ് വയേർഡ് മീഡിയയ്ക്ക് ഉദാഹരണം. മൈക്രോവേവ്, റേഡിയോ വേവ്, ഇൻഫ്രാറെഡ് തുടങ്ങി വിവിധ തരംഗങ്ങൾ ഉപയോഗിച്ച് ഡേറ്റ കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് വയർലെസ് മീഡിയ എന്നത്. വയേർഡ് നെറ്റ്വർക്കുകളിൽ ഈഥർനെറ്റ്, ഫയർവയർ തുടങ്ങി വിവിധ തരത്തിലുള്ള പോർട്ടുകളിൽ ഉപയോഗിക്കുന്ന കേബിളുകൾ ആണ് കണക്റ്റിംഗ് മീഡിയ. വൈഫൈ, ബ്ലൂടൂത്ത് തുടങ്ങിയ വയർലെസ് നെറ്റ്വർക്കുകൾ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ. ഇൻ്റർനെറ്റിലെ കമ്മ്യൂണിക്കേഷനുള്ള അടിസ്ഥാന പ്രോട്ടോക്കോളുകളാണ് TCP അഥവാ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, IP അഥവാ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നിവ. വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്ന സെർവറുകളെ വിവിധ സ്ഥലങ്ങളിലുള്ള ക്ലയൻറ്റുകളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന സംവിധാനമാണ് ഈ പ്രോട്ടോക്കോളുകൾ. ഇൻ്റർനെറ്റിലൂടെ ഫയലുകൾ കൈമാറുന്നതിനും ട്രാൻസ്ഫർ ചെയ്യുന്നതിനുമുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളാണ് FTP അഥവാ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഗ്രാഫിക്സ്, ഓഡിയോ, വീഡിയോ, ടെക്സ്റ്റ് തുടങ്ങി അനേകം വിവരങ്ങൾ ഒരു ഇൻ്റർനെറ്റ് സൈറ്റിൽ സംഭരിച്ചു വയ്ക്കുന്നു. ഇതിൽ ഒരു FTP സെർവർ ആപ്ലിക്കേഷൻ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള റിക്വസ്റ്റുകൾ സ്വീകരിക്കുന്നു. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഈ വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു FTP ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ വഴി ആവശ്യമായ റിക്വസ്റ്റ് അയക്കുന്നു. അങ്ങനെ ഈ സെർവറും ക്ലയൻറ്റും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നു.